വകാന യഖൂൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ചൊല്ലാറുള്ള മറ്റൊരു ദുആ, അല്ലാഹുമ്മഗ്ഫിർ ലി ഖതീഅതി വജഹ്ലി, അല്ലാഹുവേ എൻ്റെ പാപങ്ങളും എൻ്റെ അബദ്ധങ്ങളും എൻ്റെ അറിവുകേടുകളും എല്ലാം നീ പുറത്തു നൽകണമേ. വൈസ്റാഫി ഫി അംരി, എൻ്റെ കാര്യങ്ങളിൽ ഞാൻ അതിര് കവിഞ്ഞിട്ടുള്ളതും എനിക്ക് നീ പുറത്തു നൽകണമേ. വമാ അൻത അലമു ബിഹി മിന്നി, എന്നെ കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ ആരാണ്? നീയാണ്. എൻ്റെ അവസ്ഥയെക്കുറിച്ച്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നേക്കാൾ അറിവുള്ളവൻ നീയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി, ഞാൻ കാര്യമായിട്ടും തമാശയായിട്ടും എല്ലാം ചെയ്ത എൻ്റെ അബദ്ധങ്ങളും പാപങ്ങളും നീ പുറത്തു നൽകണമേ. വഖതഇ വഅംദി, എനിക്ക് അബദ്ധം സംഭവിച്ചതായാലും ഞാൻ വേണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിലും എന്ത് അബദ്ധമാണെങ്കിലും പാപമാണെങ്കിലും പുറത്തു നൽകണമേ. വകുല്ലു ദാലിക ഇൻദി, അതെല്ലാം എന്നിൽ നിന്ന് സംഭവിച്ചത് തന്നെയാണ്, അതൊക്കെ എന്റെ ഭാഗത്ത് വന്ന വീഴ്ച തന്നെയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, അല്ലാഹുവേ എൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പാപങ്ങൾ നീ പുറത്തു നൽകണമേ. വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമായിട്ടുള്ളതും പരസ്യമായിട്ടുള്ളതും. അൻത ഇലാഹി ലാ ഇലാഹ ഇല്ലാ അൻത, നീ എൻ്റെ ഇലാഹാണ്, നീ അല്ലാതൊരു ഇലാഹുമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പറയാറുണ്ടായിരുന്ന ദുആ ആയിക്കൊണ്ട് സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ വേറെയുണ്ട്. അപ്പൊ നമ്മള് പലപ്പോഴും ആളുകൾ ദീന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ ഇപ്പോൾ സാധാരണക്കാരെ, ഒരു ത്വാലിബുൽ ഇൽം അല്ലാതെ മറ്റു ജോലികളിലും മറ്റു തിരക്കുകളിലെല്ലാം മുഴുകുന്ന ഒരു മുസ്ലിം ഒരു തരത്തിൽ ത്വാലിബുൽ ഇൽമാണ്, നിർബന്ധമായി അവൻ പഠിക്കേണ്ട അറിവുണ്ട്. അതല്ലാതെ അതിൽ കൂടുതൽ മുഴുകാതെ മറ്റുള്ള കച്ചവടത്തിലോ മറ്റുള്ള ജോലിയിലോ മറ്റുള്ള തിരക്കിലോ മുഴുകുന്ന ആളുകൾ ഉണ്ടാകും. അവർ ദീന് പഠിക്കണം എന്നുള്ള ആഗ്രഹം അവർ പറയുന്നുണ്ടാകും, എന്നെല്ലാം പറയാൻ വിഷമം പറയുന്നുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണിത്. ഒരിക്കലും ചിലപ്പോ വലിയൊരു ആലിമിന് പോലും ഈ എല്ലാ ദിക്റുകളും ദുആകളും ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുആ തെരഞ്ഞെടുത്ത് അത് മാത്രമായിരിക്കും ശീലമാക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും. എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ല. അപ്പോൾ സാധാരണക്കാരനായിട്ട് ആളുകൾക്ക് ചിലപ്പോൾ ദീനിന്റെ വലിയ മസ്അലകൾ പഠിക്കാൻ അവർക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജീവിതത്തിൽ പകർത്താവുന്നതും പഠിക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള ദിക്റുകളും ദുആകളും എല്ലാം. റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഇൽമാണ്, ഇതും അറിവാണ്. ഇത് പഠിക്കുകയും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ കൂടുതൽ നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും. ഇപ്പൊ രാത്രി നിസ്കാരത്തിൽ സുജൂദിലായിക്കൊണ്ട് ഈ ദുആകൾ പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അല്ലാതെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ഈ ദുആകൾ പറയുന്ന അവസ്ഥ, കൂടുതൽ നമുക്ക് ഖുശൂഉം തഖ്വയും അള്ളാഹുലേക്കുള്ള അടുപ്പവും എല്ലാം ലഭിക്കാൻ ഉപകരിക്കുന്നതാണ്. ഇത്രയും കുറച്ച് ദുആകൾ കൊടുത്തിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഅമറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജ്തിഹാദി ഫി ദുആഇ ഫി സുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു സുജൂദിൽ ദുആ ചെയ്യാൻ വേണ്ടി അതിയായി പരിശ്രമിക്കാൻ. അഥവാ സുജൂദിൽ ധാരാളമായി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന രൂപം എന്താണ്? അടുത്തിട്ടുള്ള രൂപം എന്താണ്? അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ആ സുജൂദിൽ ധാരാളം ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.